തെരഞ്ഞെടുപ്പുകൾക്ക് ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. ഇലോൺ മസ്ക് പോലും ഇവിഎമ്മുകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നതായി ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞു. സിബി ഉണ്ട് വിശദാംശങ്ങളുമായി. സിബി, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നന്ദു, ഈ ബാലറ്റ് പേപ്പർ വോട്ടെടുപ്പ് വോട്ടെടുപ്പ് വീണ്ടും ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതുതാൽപര്യ ഹർജിയായിരുന്നു സുപ്രീം കോടതിയിൽ എത്തിയത്. ഡോക്ടർ കെ.എ. പോൾ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. പ്രധാനമായും ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോഴും പേപ്പർ ബാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ഇവിഎമ്മിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യമായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഇലോൺ മസ്കിനെ പോലുള്ള പ്രമുഖ വ്യക്തികൾ പോലും ഇവിഎം കൃത്രിമത്വം കാണിക്കാൻ കഴിയുമെന്ന ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതായും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വാദങ്ങൾ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, പി.ബി. വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളുകയായിരുന്നു. അതിൽ പ്രധാനമായും കോടതി നിരീക്ഷിച്ചത്, നിങ്ങൾ വിജയിച്ചാൽ ഇവിഎമ്മുകൾ നല്ലത്, നിങ്ങൾ തോൽക്കുമ്പോൾ കൃത്രിമം എന്നാണോ എന്ന് കോടതി ചോദിച്ചു. എന്നാൽ ഇവിഎമ്മുകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന ഹർജിക്കാരന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. അങ്ങനെയാണ് ഈ ഒരു ഹർജി, അതായത് ബാലറ്റ് പേപ്പർ വോട്ടെടുപ്പ് വീണ്ടും പുനരാരംഭിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളിയത്. ശരി, CBC ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പുകൾക്ക് ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. എന്നാൽ ഹർജിക്കാരൻ ഇലോൺ മസ്ക് പോലും ഇവിഎമ്മുകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നതായും ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞു. സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.